സ്വരമു ഹലോ മലയാളീസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മളിപ്പോ ഈ ഓണനാളില് നമ്മൾ പള്ളിച്ചല് ജമന്തിത്തോട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ വരൂ ഗൈസ്, നമുക്ക് നോക്കിയിട്ട് വരാം. ഹലോ ഗൈസ്, അങ്ങനെ ജമന്തിപ്പാടത്തിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കൊരു സെൽഫി പോയിന്റ് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയെന്ന് നോക്കാം. ഇന്നും സ്ഥിരം പോലെ നമ്മളെ രാഹുൽജി കൂടെ ഉണ്ട്. നമ്മളങ്ങനെ ജമന്തിത്തോട്ടം, നല്ലൊരു മണമുണ്ട് ഇവിടെ. നമുക്ക് എന്തൊക്കെയായിരുന്നാലും ഇവിടെ വരുമ്പോഴേ ആ ജമന്തിയുടെ ഒരു ഫ്രഷ് മണം കിട്ടുന്നു. നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മലയാളിക്ക് എന്തുകൊണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഉത്സവം തന്നെയാണ് ഓണാഘോഷം. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കുറണ്ടിവിള വാർഡ് 16-ലെ കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്നാണ് നമുക്ക് മുന്നിൽ ഈ സുന്ദരമായ കാഴ്ച നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടേക്ക് എത്താനുള്ള ലൊക്കേഷനും ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആയിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ മലയാളിക്കും ആഘോഷത്തിന്റെ നാളുകൾ തന്നെയാണ് ഓണം. ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം. ജാതി മതഭേദമന്യേ എല്ലാവരും ഓണം ആഘോഷിക്കും. കള്ളവും ചതിയുമില്ലാത്ത മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്നൊരു കാലം. അതിൻ്റെ അധിപനായിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മഹാബലി, അദ്ദേഹത്തിൻ്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഓരോ ഓണവും. മൂന്നടി മണ്ണിനായി മഹാബലി സ്വന്തം ശിരസ് നമിച്ചു കൊടുത്തപ്പോൾ ആണ്ടിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് തൻ്റെ പ്രജകളെ സന്ദർശിക്കുവാൻ അനുവാദവും മാവനൻ മഹാബലിക്ക് നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി നമ്മളെ കാണാനായി, തൻ്റെ പ്രജകളെ അവരുടെ ക്ഷേമം അന്വേഷിക്കാനായി ഓണനാളിൽ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഓരോ തയ്യാറെടുപ്പും മലയാളിക്ക് ഒഴിച്ചു വെക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകതര കാഴ്ച തന്നെയാണ് ഓണാഘോഷം. ഈ ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന, ദേവലോകം മുഴുവൻ അസൂയപ്പെട്ടു നോക്കുന്ന ഓണാഘോഷം, അത് എന്തുകൊണ്ടും മലയാളിയുടെ അത്രത്തോളം മനോഹരമായ വികാരം കൂടിയാണ് ഓരോ ഓണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. നമുക്ക് അതിന്റെ മുകളിൽ കയറി ഇരുന്നത് പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ മലയാളിക്കും എത്രത്തോളം ഓണം വിലപ്പെട്ടതാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയാൽ മതി. റോഡിലും വലിയ വലിയ ജംഗ്ഷനിലൊക്കെ എപ്പോഴും നല്ലൊരു ബ്ലോക്കും തിരക്കുമായിരിക്കും. മലയാളികൾ ഓണം ആഘോഷിക്കാനായിട്ട് പല പല ബന്ധുക്കളും എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഓണാഘോഷം. അത്തപ്പൂക്കളം ഒരുക്കിയും ഓണസദ്യ വിളമ്പിയും അതുപോലെ തന്നെ ഊഞ്ഞാലും. കുട്ടിക്കാലത്തിൽ ഓണമാണെങ്കിൽ അത് പ്രത്യേകതരം ഒരു ഓർമ്മ തന്നെയാണ്. നമുക്കിവിടെ ഒരു ഊഞ്ഞാല്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ഇവിടെ ഉണ്ട്. ജമന്തി തോട്ടത്തിലൊരു ഊഞ്ഞാല്, എന്തുകൊണ്ടും അവരങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായി തോന്നി. മലയാളികൾ ഇന്ന് പലയിടത്തും ഊഞ്ഞാലൊന്നും അധികം വീടുകളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കാറില്ല. മലയാളിക്ക് ഒരു പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇതുപോലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് മുന്നിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ പിന്നെ ഒട്ടും നോക്കിയില്ല, നമ്മൾ ഊഞ്ഞാൽ അങ്ങോട്ട് തകർത്താടാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അതിൽ ഊഞ്ഞാലും ആടി. പിന്നെ അതിനുശേഷം ബാക്കി അതിന് ചുറ്റുമുള്ള കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പതിയെ ഇറങ്ങി നടന്നു അവിടെ നിന്ന്. എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ജമന്തിപ്പാടം പൂത്തുലഞ്ഞ് നമുക്ക് മുന്നിൽ ദൃശ്യവിരുന്നൊരുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ഏരിയയിൽ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളും താഴോട്ടൊക്കെ പോയി നോക്കണം. അപ്പോൾ അത് കണ്ട് നമ്മൾ ബാക്കി സൈഡിലായിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കണ്ട് നേരെ താഴേക്ക് നടന്നു നീങ്ങി. പൂക്കളുടെ വസന്തം കൂടിയാണല്ലോ ഓണം. അതുപോലെ തന്നെ ഓണസദ്യ മലയാളിക്ക് ഒട്ടും മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നുകൂടിയാണ് ഓണസദ്യ. ഉപ്പിൽ തുടങ്ങി പച്ചമോരിൽ അവസാനിക്കുന്നതാണ് ഓണസദ്യ. പപ്പടവും പഴവും പായസവും കുഴച്ചുള്ള ഊണം അടുത്ത ഓണം വരെ മലയാളിക്ക് മനസ്സിൽ അത് എന്നും മായാതെ മറഞ്ഞു നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഓണത്തിൻ്റെ മാറ്റുകൂട്ടുന്ന പല ചടങ്ങുകളുമുണ്ട്. ഓണക്കളി, ആട്ടക്കളം, കുത്തൽ, കൈകൊട്ടിക്കളി, പുലിക്കളി, കുമ്മാട്ടിക്കളി, ഓണത്തല്ല്, ഓണം കളി, കമ്പിത്തായം കളി, ഫാരക്കളി, നായയും പുലിയും വയ്ക്കൽ, ആറന്മുള വള്ളംകളി, തലപ്പന്ത് കളി, കിളിത്തൊട്ട് കളി, സുന്ദരിക്ക് പൊട്ടുകുത്ത്, വടംവലി, ഓണപ്പാട്ട് തുടങ്ങിയവയെല്ലാം ഓണമെന്ന ആഘോഷത്തെ എന്നും ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്.
ഒരുപക്ഷേ ക്യാമ്പസ് ജീവിതത്തിലായിരിക്കും ഇത്തരം കൂടുതൽ ആഘോഷങ്ങളും കലാപരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുകയും അതിലൂടെ നടന്ന് നീങ്ങാറുകയും ചെയ്തിട്ടുണ്ടാവുന്നത്. തിരുവോണനാളിൽ ഏതൊരു മലയാളിയും അതിരാവിലെ ഉറക്കമുണർന്ന് കുളിച്ച് റെഡിയായി പുതുവസ്ത്രമണിഞ്ഞ് പുറത്തേക്കും നാട്ടുകാർക്കൊപ്പവും ബന്ധുമിത്രാദികൾക്കൊപ്പം അതുപോലെ തന്നെ ക്ഷേത്ര സന്ദർശനം നടത്തുന്നവരുമുണ്ട്. ഈ ഓണം കഴിഞ്ഞ് അടുത്ത ഓണത്തിനായിട്ടുള്ള പിന്നെ ഒരു കാത്തിരിപ്പാണ്. ഒന്നിച്ചു ചേരലിൻ്റെയും കൂട്ടായ്മയുടെയും അത്യന്തികം സന്തോഷങ്ങളും നിറങ്ങളുടെയും ലോകം നിറച്ചൊരു ഓണം. മലയാളിയുടെ എത്തുകൊണ്ടും ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ ഓരോ ഓണവും നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. ട്രെൻഡിങ്ങിനൊപ്പം നമ്മുടെ വണ്ടർ ഡേയ്സ് ചാനൽ എന്തുകൊണ്ടും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ ഈ ചാനൽ എത്തിക്കുകയും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ കാണാം. ഓക്കെ ഗേസ്.